ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. മതി. ഇവിടെ 3 വ്യക്തികളെ കാണാം. 1 ക്രിസ്തു, 2 ദൈവം, 3 മനുഷ്യൻ. ഇതിൽ ദൈവം ദൂരെ നിൽക്കുന്നു. മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ പറ്റാത്ത എന്തോ വിഷയം ഉണ്ടായിരിക്കുന്നു. മനുഷ്യനെയും ദൈവത്തെയും അറിയാവുന്ന ഒരാൾ ഇടയിൽ വന്നിരിക്കുന്നു. ആളുടെ പേര് ക്രിസ്തു. ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ വായിച്ചു വരുമ്പോൾ ക്രിസ്തു ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. വീണ്ടും ബൈബിളിൻ്റെ പേജുകളിലൂടെ പോകുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് ക്രിസ്തു എന്ന് കാണാം. എല്ലാം കൂടെ വ്യക്തമായി പറഞ്ഞാൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തുമസ് എന്ന പേരിൽ ലോകം കൊണ്ടാടുന്നത്. നവംബർ മാസം തീരാറായി. ഡിസംബർ മാസം തുടങ്ങുമ്പോൾ ക്രിസ്മസ് തുടങ്ങും. നക്ഷത്ര വിളക്കുകൾ വീടുകളിലും കടകളിലും തൂങ്ങാൻ തുടങ്ങും. ഇതെന്തിനെ കാണിക്കുന്നു? യേശുനാഥൻ്റെ പിറവിയുടെ നാളുകളിലൊന്നിൽ കിഴക്കുനിന്ന് വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ അവർ കണ്ടതും അവരെ നടത്തിയതുമായ ഒരു അത്ഭുത നക്ഷത്രം ഉണ്ടായിരുന്നു. ആ നക്ഷത്രത്തിൻ്റെ ചുവട് പിടിച്ചാണ് വിദൂരതയിൽ നിന്ന് ആളുകൾ മെശിഹായെ കാണാനായിട്ട് പോയത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർക്കുന്ന നക്ഷത്രവും പുൽക്കൂടും തുടർന്നുള്ള പല കാര്യങ്ങളും എല്ലാ വർഷവും നമ്മുടെ നാട്ടിലൂടെ നടന്നു പോകുന്നു. ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്തു പഠിപ്പിച്ചുവെന്നും അറിയാനോ പഠിക്കാനോ അധികം ആളുകൾ മെനക്കെടാറില്ല. എല്ലാം മതപരമായ ഒരു ചടങ്ങായി മാത്രം അവശേഷിക്കുന്നു. ഇങ്ങനെ മതപരമായ ഒരു ചടങ്ങിലൂടെ ക്രിസ്തുവിനെ ഓർക്കുന്നു, ക്രിസ്തുവിൻ്റെ മരണം ഓർക്കുന്നു, ജനനം ഓർക്കുന്നു, ഉയർപ്പ് ഓർക്കുന്നു. അങ്ങനെ ക്രിസ്തു മതം ഒരു നല്ല ശക്തമായ മതമായി നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നു. ധാരാളം സ്ഥാപനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം അതിൻ്റെ കെയർ ഓഫിൽ നടക്കുന്നു. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നതെന്ന് ബൈബിളിൽ നിന്ന് ഒരു ഉത്തരം പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ബൈബിൾ നൽകുന്ന വ്യക്തമായ ഉത്തരം ഇതാണ്: നഷ്ടപ്പെട്ടതിനെ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ ആണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. മറ്റൊരു വചനം വായിക്കട്ടെ. 1 തിമോത്തിയോസ്
1:15. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 2-ാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: പാപികളെ രക്ഷിപ്പാനാണ് ക്രിസ്തു ലോകത്തിൽ വന്നത്. 3-ാമത്തെ പ്രസ്താവന 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം നോക്കാമോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. പാപം ഇല്ലാത്തവനും പാപത്തെ നീക്കുവാൻ വന്നവനുമാണ് യേശു എന്ന് ഇതാ ബൈബിൾ പറയുന്നു. 4-ാമത്തെ പ്രസ്താവന 8-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ചതിന് തൊട്ട് താഴെ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 4 ഇപ്പോൾ വായിക്കുന്നുള്ളൂ. ഈ 4 ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത് എന്തിന്? 1-ാമത് വായിച്ചത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. സക്കായി എന്ന മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് വീട്ടിൽ നിന്നിറങ്ങി. അദ്ദേഹം ഒരു ടാക്സ് കളക്ടറായിരുന്നു. റോമ ഗവൺമെൻറ്റിന് വേണ്ടി നിർബന്ധിച്ച് ചുങ്കം പിരിക്കുന്ന ആളായതിനാൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു സൽപ്പേരില്ലാത്ത ആളാണ്. ഒരു അഴിമതിക്കാരൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഈ സമൂഹം നമുക്കിട്ട ചിത്രം യേശുവിനൊരു പ്രശ്നമല്ല. നാട്ടുകാർ നമുക്കിട്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അതും യേശുവിന് പ്രശ്നമല്ല. സമൂഹമോ സമുദായമോ നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് യേശുവിനൊരു വിഷയമല്ല. നല്ലവനാന്ന് പറഞ്ഞാലും വിഷയമല്ല, ചീത്തയാന്ന് പറഞ്ഞാലും വിഷയമല്ല. യേശു നിന്നെക്കുറിച്ച് എന്ത് പറയുന്നോ അതായിരിക്കും ആത്യന്തികമായത്. സക്കായിയെക്കുറിച്ച് മോശമായ വാർത്തകളേ ഉള്ളൂ, നല്ലതാരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പേര് ആർക്കും കിട്ടി ഞാൻ കണ്ടിട്ടുമില്ല. ബൈബിളിലെ പല പേരുകളും പലർക്കും ഉണ്ടല്ലോ. മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും, തിമോത്തിയോസും, തീത്തോസും, സ്റ്റീഫനും ഒക്കെ ഉണ്ട്. പക്ഷെ സക്കായിയെ അധികം കണ്ടില്ല ഇവിടെ ഇതുവരെ. അങ്ങനെ ചില പേരുകൾ ബൈബിളിലുണ്ട്. ലോത്തിൻ്റെ പേര് അധികം പേർക്ക് ഇട്ട് കാണുന്നില്ല. സമൂഹത്തിലെ ഒരു സൽപ്പേരില്ലാത്ത ആളായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ യേശുവിനെ കാണണമെന്നൊരാഗ്രഹം തോന്നി. ഈ ആഗ്രഹം തോന്നിയപ്പോൾ അയാൾ വീട്ടിൽ നിന്നിറങ്ങി. നമുക്കൊരായുസ ഈ ഭൂമിയിലുള്ളൂ. ഒരു സത്യം അറിയാനൊരാഗ്രഹം വേണ്ടേ? ജീവനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് അറിയാനൊരാഗ്രഹം വേണ്ടേ? നമ്മൾ നിൽക്കുന്ന ആ സമൂഹം എന്തു പറയുന്നോ അങ്ങനെ അങ്ങ് പോയി അങ്ങ് മരിച്ച് തീരാനാണോ? ഒരു മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരാ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതറിയാനല്ലേ ഈ ആയുസ്? സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സുഹൃത്തിനെ അവിടുന്ന് മാറ്റിയിട്ട് ഈ ജോലി ചെയ്യാൻ നിങ്ങൾ എത്ര പേർക്ക് പറ്റും? ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക. പക്ഷെ പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായി യോഗ ഇവിടെ നടക്കുന്നു. അയാളത് പഠിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഇൻസ്ട്രുമെൻ്റൊക്കെ ഭയങ്കര വിലയുള്ളതാണ്. ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഇത് മേടിച്ച കൂട്ടത്തിലൊരു ബുക്ക് കിട്ടും. ബുക്ക്, ആ ബുക്ക് ഇല്ലാതെ
ഊഹം വെച്ച് പണിതാൽ ആ സാധനം പൊളിഞ്ഞു പോകും. ഇലക്ട്രോണിക് ഉപകരണമല്ലേ, പിന്നെ നന്നാക്കാൻ പറ്റുകയില്ല. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സാധനം എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇനി എങ്ങോട്ടാ പോണേ, ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു ബുക്ക് ഇവിടെ ഉണ്ടോ? ഉണ്ട്, ബൈബിൾ. ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ബലപ്പെട്ടിരിക്കുമോ? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. മരണം കൊണ്ട് തീരാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാ താങ്കൾ. നിങ്ങളുടെ പേരിൽ 16 ക്രിമിനൽ കേസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ കേസ് തീർന്നു. പക്ഷെ ദൈവത്തിന്റെ കോടതിയിലെ കേസ് തീരുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആത്മഹത്യ എന്നൊരു മാർഗമുണ്ട്. പക്ഷേ ഈ ജീവിതം അങ്ങനെയൊന്നും തീരുകയില്ല. മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മദ്യപാനത്തിലും വെറിക്കൂത്തിലും വ്യഭിചാരത്തിലും കാലം പോക്കിയതും മതി. ദൈവത്തിലേക്ക് തിരിയുക. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. മതം പറയാനല്ല ഈ യോഗം വെച്ചത്, ദൈവം വചനം പറയാനാ. സത്യം അറിയാൻ ഒരു ആഗ്രഹം വേണ്ടേ? നിത്യതയെ കുറിച്ചൊരു ചിന്ത വേണ്ടേ? ഞങ്ങളുടെ ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉപദേശി, മനുഷ്യനെ പറഞ്ഞു പേടിപ്പിക്കരുത്, ദൈവമില്ല, നരകമില്ല, സ്വർഗമില്ല, ജീവിക്കുമ്പോൾ ചൊവ്വേ ജീവിക്കുക, മരിച്ചു കഴിയുമ്പോൾ തീരും, മണ്ണായി പോകും. മരിച്ചു പോയി ആരും തിരിച്ചു വന്നിട്ടുണ്ടോ? വെറുതെ എന്തിനെ നുണ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്നു? കേൾക്കുമ്പോൾ ശരിയല്ലേ? തിരിച്ചൊരു ചോദ്യം, ഒരു സുവിശേഷൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്കെന്നാ കുഴപ്പം? ഞാൻ കുറച്ച് സുവിശേഷം പറഞ്ഞു, ഇത്രയല്ലേ കുഴപ്പമുള്ളൂ. ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയുന്നത് ശരിയാണെങ്കിലോ? ഒന്ന് ചിന്തിച്ചോണ്ട് വീട്ടിലോട്ട് പോക്കണം പറയും. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലോ നിങ്ങൾക്ക് തിരിച്ചു വരാൻ അവസരമില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എന്നാ ഈ പന്തലിട്ടതല്ലേ? എന്തെല്ലാം പന്തലിടുന്നു. സിനിമയ്ക്ക് പന്തലിടുന്നു, കള്ളു കുടിക്കാനായിട്ട് ആളുകൾ കൂടുന്നു, ചീത്ത വിളിക്കുന്നു. ഏതായാലും ചീത്ത വിളിക്കാതെ നല്ല പാട്ടല്ലേ, യേശു നല്ലവൻ എന്നൊക്കെ 2 പാട്ട് പാടിയെന്നല്ലേ ഞങ്ങൾ ചെയ്ത കുഴപ്പമുള്ളൂ. മരണാനന്തരം ഇല്ലെങ്കിൽ പോലും ഈ പാട്ട് കേൾക്കുന്ന തന്നെ ഒരു സുഖമല്ലേ? പക്ഷെ ഉണ്ടെങ്കിൽ പെരുത്ത നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും. പിന്നെ ഉണ്ടാവാനാ സാധ്യത കേട്ടോ. അതെ,
ഉണ്ടാകാനാ സാധ്യത. ഈ ഒരു 70 കൊല്ലം ജീവിക്കാനുള്ള ജീവിയല്ല ഈ മനുഷ്യൻ. ഈ കാണുന്ന ലോകമുണ്ടെങ്കിൽ ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. എബ്രായർ 11:1. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കാണുന്ന ലോകത്തിൻ്റെ കാരണം ദൃശ്യമല്ലെന്ന ആ വാക്യം എന്ന് പറഞ്ഞാൽ, ഒരു ദൃശ്യ ലോകമുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു അദൃശ്യ ലോകമുണ്ട്. സക്കായി ആഗ്രഹിച്ചത് എല്ലാവരും ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ടല്ലോ, വെള്ളം വീഞ്ഞാക്കി, ഭൂതത്തെ പുറത്താക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, ദൈവവചനമൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നൊന്ന് നേരിട്ടറിയാം. സുഹൃത്തുക്കളെ, ഗൗരവമുള്ള കാര്യം പറയുക. യേശുവിനെ പറ്റി നിങ്ങളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? മതസ്ഥാപകനാണെന്നാണ്. തെറ്റാട്ടോ. യേശു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുവിനെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നോ? പൊട്ട തെറ്റ്. യഹൂദൻ്റെ ദൈവമാണെന്നോ? വട്ടപൂജ്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഈ ബുദ്ധി ദൈവം തന്നത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചല്ലോ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചല്ലോ, ലോകത്തിൽ പലതും പഠിച്ചില്ലേ? യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഒരു ഊഹത്തിൽ ഈ ജീവിതം മുമ്പോട്ട് പോകരുത്. യേശു എങ്ങനെയുള്ളവനാണ്? യേശുവിനെ ഒന്നറിയണം. അതിനാ ജീവിതം. നിനക്ക് ഈ വർഷം കൂടെ നീട്ടി തന്നത് അതിനാ. സക്കായി വ്യക്തിപരമായി തീരുമാനം എടുക്കും. നമ്മൾ വ്യക്തിപരമായി തീരുമാനം എടുക്കണം, അല്ലാതെ എല്ലാവരും കൂടിയല്ല തീരുമാനം എടുക്കുക. നിങ്ങൾ കല്യാണം കഴിക്കുന്ന തീരുമാനം നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തു. നിങ്ങൾ പെണ്ണിനെ കണ്ടേച്ച് വന്നു, കൂട്ടുകാരോട് ചോദിച്ചു എങ്ങനെയുണ്ടാ അങ്ങനെയാണോ? കൂട്ടുകാരെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തീരുമാനം നീ ഒറ്റയ്ക്ക് എടുക്കണ്ടേ? ഞാൻ തീരുമാനിച്ചിരിക്കും വേണ്ടേ? ഇതുപോലെ തന്നെ നിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇവിടെ വെച്ച് തീരുമാനിക്കണം, ഒറ്റയ്ക്ക് തീരുമാനിക്കണം. സക്കായി പലരോടൊന്നും ആലോചിച്ചില്ല. ഇതിങ്ങനെ കേട്ടതൊന്നും അറിയാം, ഒന്നറിഞ്ഞു കളയാം, എങ്ങനെയുണ്ടെന്നറിയാം. ഇറങ്ങി ഇങ്ങനെ പതുക്കെ ചെന്നപ്പോൾ യേശുവും ശിഷ്യന്മാരും ആൾക്കാരും എപ്പോഴും ആൾക്കൂട്ടാണല്ലോ. ഇവിടെ അവിടെ നിന്ന് മൊത്തം വട്ടം കറങ്ങി നോക്കിയിട്ട് പറ്റുന്നില്ല, കാരണം അതുപോലെ ആൾക്കൂട്ടമാണ്. അദ്ദേഹത്തിന് സാധാരണക്കാരെ കളിച്ചിട്ട് പൊക്കം കുറവ് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് എത്തി വലിഞ്ഞാലും കാണാൻ പറ്റിയ. എന്നാലും തീരുമാനിച്ചതല്ലേ, തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, കണ്ടിട്ടേ ഉള്ളൂ. ബൈബിൾ പറയുന്നു, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും, അപ്പോൾ കണ്ടെത്തും. സത്യസന്ധമായ ഒരു സത്യാന്വേഷണ ചിന്ത നിനക്കുണ്ടെങ്കിൽ സത്യം നിന്നെ അറിയിക്കാൻ സത്യമായവൻ ഇന്ന് രാത്രി റെഡിയാ. സത്യമായ ഒരു സത്യാന്വേഷണ ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ സത്യം നിന്നെ അറിയിക്കാൻ സത്യമായവൻ ഇന്ന് രാത്രി സമീപത്തുണ്ട്. അവനാലോചിച്ചു എന്താ മാർഗം. ആ പോണ വഴിയിൽ അവനൊരു മരത്തിന്റെ മുകളിൽ കയറി. അവൻ്റെ ആഗ്രഹം യേശുവിനെ കാണണം. അവൻ അവിടെ ഇരുന്ന യേശുവിനെ ദൂരെ നിന്ന് കാണുക. അടുത്തടുത്ത് വന്നപ്പോൾ നന്നായി കാണാം, മുകളിലിരുന്ന് കാണുക. യേശു അടുത്ത് വന്നിട്ട് മുകളിലേക്ക് നോക്കി. അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരവും അവൻ്റെ ചിന്തയും അവൻ്റെ ആഗ്രഹവും ദൂരെ നിന്നറിഞ്ഞ് യേശു ഒരു നോട്ടം. ആ നോട്ടം വായിക്കും. എൻ്റെ ഉള്ളിലൊരു ഞെട്ടലുണ്ട്. എന്നെ ആ നോട്ടായിരിക്കും, ആ നോട്ടം. അന്നേരം സക്കായിയുടെ മുഖം ഒന്നും കാണാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ, വീഡിയോ ഉണ്ടല്ലേ പറ്റുള്ളൂ. ഈ കണ്ണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കണ്ണ് അടച്ചു കാണും. എന്നാ ലൈറ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് വരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഒരു സന്ദേശം അതിനകത്തുണ്ട്. നിന്റെ ആഗ്രഹം സത്യമാണെങ്കിൽ ഇന്ന് നിനക്ക് അവനെ വെളിപ്പെടുത്താൻ ഇടയാറ്റിലും അവന്റെ സാന്നിധ്യം ഉണ്ടെന്നാ പറഞ്ഞു.
ഒരാത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന വീട്ടിനകത്ത് യേശുവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി നിനക്ക് തരുവാൻ അവൻ സർവശക്തൻ തന്നെ. രണ്ട് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നിട്ട് ഒരൊറ്റ വിളി, സക്കായിയെ. ബ്രദറേ നല്ല വിളിച്ചത്, കാരണം പേരറിയാം. ഞങ്ങളൊക്കെയാണ് മിക്കവാറൊക്കെ ബ്രദറാക്കും, കാരണം പേര് ഓർക്കത്തില്ല. സക്കായിയെ. ഓ, അതോടെ വരുമ്പോ ആ മോഹം ഒന്ന് കണ്ടേ. ഇത് രണ്ടും വന്നപ്പോഴാ പറഞ്ഞത് എന്റെ വസ്തുവകയിൽ പകുതി. കാരണം ഇത് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങ് പറഞ്ഞേക്കാതാണ്. മനസ്സിലായി കാണുമല്ലോ. ഇത്ര അറിയാമെങ്കിൽ പിന്നെ എല്ലാം അറിയരുതോ. നമ്മുടെ ഇൻകം എവിടുന്നാതും, അതിനകത്ത് ന്യായമായത് എത്രയുണ്ടെന്നും ടാക്സ് വെട്ടിച്ചത് എത്രയുണ്ട് എല്ലാം അറിയാവുന്ന ആളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അങ്ങ് പറഞ്ഞേക്കാതെ ഇനി പിടികൊടുക്കാതെ വീഴുകയില്ല. ഇത് മനസ്സിലായാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ വെച്ച് കീഴടങ്ങിയ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നൊരു ദിവസം വരുന്നുണ്ടെന്ന് കുറിച്ചു വെച്ചോ ഈ കൺവെൻഷനില്ല. എന്നിട്ടും പുള്ളിക്ക് സമാധാനമൊന്നുമില്ല. വല്ലതും ചതിവായി വാങ്ങിയിട്ട് പകുതി കഴിഞ്ഞ് പകുതി കൊടുത്തു കഴിഞ്ഞ് പിന്നെയുള്ളതാണ്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പകുതിയിൽ നിന്ന് എന്ത് ചെയ്തോളാം, അതിന് പലിശ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ഒരു വാക്കും മെസ്സിയായെ കൊണ്ട് ഇനി പറയിപ്പിക്കണ്ട, എല്ലാം അങ്ങ് പറഞ്ഞേക്കാം. ഈ ലൈഫ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഇത് മൈക്കും പിടിച്ചുകൊണ്ട് പറയാവുന്ന കാര്യമല്ല. ഇത് നിങ്ങളുടെ തോളെ കൈ വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമാണ്. ഈ മനുഷ്യരെല്ലാവരും ഈ ഓടുന്ന എന്തിനാ? ഇപ്പം ഇതിലെ ഈ ബസ്സെല്ലാം പി 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 എന്ന് പറഞ്ഞ് ഓടുന്ന എന്തിനാ? പൈസ ഉണ്ടാക്കാനല്ലേ. ഓട്ടോറിക്ഷ എന്തിനാ? പൈസ ഉണ്ടാക്കാനല്ലേ. ഏത് കാര്യം ഇതിലെ പോകണോ? പൈസയ്ക്കല്ലേ. ഈ പൈസയെ തൊട്ട് കളിക്കണമെങ്കിൽ ഇവൻ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. ഇവൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴി പൈസയെയാ തൊട്ടത്. അപ്പൊ ജീവിതം മുഴുവൻ പൈസയ്ക്ക് വേണ്ടി ഓടിയവൻ യേശുവിനെ കണ്ടപ്പോൾ ആ പൈസ നിസ്സാരമായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ ജീവിതം ചേഞ്ച് ആകുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ അർത്ഥം ഒരുവൻ അറിഞ്ഞാൽ അവനാണ് ഭാഗ്യവാൻ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ, കർത്താവ് നേരെ അവൻ്റെ വീട്ടിലോട്ടാ പോയി. ഒന്ന് കാണാനേ അവൻ ആഗ്രഹിച്ചുള്ളൂ. നിന്ന് കണ്ടോളം പറഞ്ഞു. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന കർത്താവിനെ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ. ഒന്ന് കാണാനല്ലേ നീ ആഗ്രഹിച്ചുള്ളൂ, നിനക്ക് നിന്ന് കാണാം, വീട്ടിലിരുന്ന് കാണാം, പാദങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാം, രാത്രി മുഴുവനും അവനെ ആരാധിക്കാവുന്ന ഒരു സൗഭാഗ്യത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നിന്നെ നടത്തട്ടെ. ഓ ജീസസ്, അങ്ങനെ ഒന്ന് കാണാനും ഒന്ന് എത്തി നോക്കാനും എങ്ങനെയുണ്ടെന്ന് നോക്കാനും ഒക്കെ വന്നവരൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഈ സ്തുതിക്കുന്നത്. ഓ, കണ്ടിട്ടും മതി വരാത്ത സുന്ദര രൂപൻ, 10,000 ശേഷൻ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും
മാരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരങ്ങളടിച്ച് അവനിക്കു പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെയോ തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനെ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാടും അലയാതെ ബോധമായി ബോധമായി. അവനെ ശരണപ്പെട്ടാരുമേ ആരുമേ ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവി വീഴുവി. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവി വീഴുവി. തിരുനാമമെന്നേക്കും വാഴ്ത്തുവി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ ബോധമായി ബോധമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ ബോധമായി ബോധമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ യേശുവായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. രണ്ട് കൈകൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവനെ ആരാണെന്നൊന്ന് അറിയാൻ ഈ ആയുസിൽ സമയം ചെലവഴിച്ചില്ലെങ്കിൽ അതിനേക്കാൾ മണ്ടൻ വേറെ ആരും കാണുകയില്ല. കപിൽ ദേവിനെ നിനക്കറിയാമായിരിക്കും, സച്ചിൻ തെണ്ടുൽക്കറിനെ അറിയാമായിരിക്കും, മോഹൻലാലിനെ നല്ല പരിചയം കാണും, മമ്മൂട്ടിയെ അടുത്ത് പരിചയം കാണും. യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി പരിചയപ്പെടണം. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടണം. അതിനാഗ്രഹിക്കുന്നവർക്ക് അവൻ ഇന്ന് രാത്രി സമീപസ്ഥനാണ്.
അവൻ പലസ്തീനിലല്ല താമസിക്കുന്നത്, അവൻ ചിക്കാഗോയിലല്ല താമസിക്കുന്നത്, അവൻ ന്യൂയോർക്കിലല്ല താമസിക്കുന്നത്, അവൻ വാഷിംഗ്ടണിലല്ല താമസിക്കുന്നത്, ഡൽഹിയിലല്ല, തിരുവനന്തപുരത്തല്ല, ഇടയാറിന്റെ മണ്ണിൽ ഹൃദയം മുറിഞ്ഞവർക്ക് ഇന്ന് രാത്രി അവൻ സമീപസ്ഥൻ. ഓ ജീസസ്, കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. പബ്ലിക് സ്ഥലത്ത് ആരാധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. യേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഇവിടെ ആളി കണ്ടട്ടെ. പിശാച് ആരുടെയൊക്കെയോ കണ്ണ് കെട്ടിവെച്ചത് ഇന്ന് രാത്രി അഴിയുന്നു. ഏതോ കുടുംബങ്ങളെ നാളുകളായി ബന്ധിച്ചിട്ട ആ കെട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. സഖയുടെ വീട്ടിൽ യേശു ചെന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് സത്യം പറയട്ടെ, അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അനിലിൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യം ചെന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ മുളന്തുരുത്തിക്കടുത്ത് കണ്ടനാട് ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി എന്നോട് ചോദിച്ചു, ഈ എറണാകുളം ജില്ലയിൽ യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് പാസ്റ്റർക്ക് അറിയാവുന്നു. ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു. അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയോടാണ്, എന്നോടാണ് എൻ്റെ വിചാരം. പിന്നെ ഞാൻ മിണ്ടാൻ പോയില്ല, പ്രായമുള്ള ആളല്ലേ, ഇന്നോട്ടൊന്ന് വെച്ചു. രാത്രി ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റും, നിങ്ങളെക്കാൾ അധികം അവൻ എന്നെ സ്നേഹിച്ചു, നിങ്ങളെക്കാൾ അധികം അവൻ എന്നെ സ്നേഹിച്ചു, നിന്നേക്കാൾ അധികം എനിക്കവനെ അറിയാം, എനിക്കവനെ കൂടാതെ ജീവിക്കാൻ കഴിയയില്ല. ശ്വസിക്കുന്നത് അവൻ നിമിത്തമാ, പാടുന്നത് അവൻ നിമിത്തമാ, ജീവിക്കുന്നത് അവൻ നിമിത്തമാ, പ്രസംഗിക്കുന്ന അവൻ നിമിത്തമാ. ഇത് മതമല്ല, ഇത് ജീവനാണ്, ഇത് ജീവിതമാണ്. പക്ഷെ പ്രശ്നം എന്നാ അറിയാം, ഇത്രയും നേരം സക്കായിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ യേശുവിനെ കുറ്റം പറയുക. ഈ വൃത്തികെട്ടവന്റെ വീട്ടിലാണോ ഈശോ വെച്ച് താമസിക്കാൻ പാടും? അന്നേരം യേശു പറഞ്ഞ മറുപടിയാണ് വായിച്ചത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ. ഇന്ന് രാത്രി ആരുണ്ട് ഇവിടെ നഷ്ടപ്പെട്ടത്? തകർന്നവൻ. ആമേൻ. തകർന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒരു പ്രാർത്ഥന ആവശ്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ജീവിതം വഴിമുട്ടി എത്ര പേരുണ്ട് ഇവിടെ? നിന്നോടാ യേശുവിന് ഇന്ന് രാത്രി കൂടുതൽ അടുപ്പം, നിന്നോടാണ് ഇന്ന് രാത്രി യേശുവിന് കൂടുതൽ സ്നേഹം, നിന്നോടാണ് ഇന്ന് കർത്താവിന് സ്നേഹം. വെറുതെ എന്നാലേ യോഗം വെച്ചത്. ദേശത്തോട് ഇടപെടുന്ന രാത്രികളാണ്. കുടുംബങ്ങളോട് കർത്താവായ യേശു ഇറങ്ങി വന്ന് സംസാരിക്കുന്ന രാത്രികളാണ്. വളരെ നാളുകളായി മന്ത്രം ചെയ്തിട്ടും മരുന്ന് ചെയ്തിട്ടും മാറാത്ത ചില കേസുകൾക്ക് ഇതാ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഞങ്ങൾ വിശ്വാസത്താൽ പ്രവചിക്കുകയാണ്, വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാനുള്ള മനുഷ്യപുത്രമാണ്. ഞാൻ 4 വായിച്ചതിൽ 4ാമത്തെ ഇനി വായിക്കാം, ബാക്കി നാളെ പറയാം. 4ാമത് വായിച്ചത് 8ാമത്തെ വാക്യല്ലേ, 1 യോഹന്നാൻ 3:8 വായിച്ചു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ പ്രത്യക്ഷനായതിന്റെ ഉദ്ദേശം ഒന്ന് പാപികളെ രക്ഷിക്കുക, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുക, പാപങ്ങളെ നീക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടെന്നിട്ട് ഒടുവിൽ പറയുകയാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഏതെങ്ങനെ ഇതൊക്കെ പറയാം. മനുഷ്യനെ പാപത്തിൽ കുടുക്കിയത് പിശാചാണ്. പിശാച് ആരാണെന്ന് ഇന്ന് രാത്രി പറയാൻ പോയാൽ ഞാൻ പിശാചിനെ കുറിച്ച് പ്രസംഗിക്കാൻ വന്നതായി പോകും. അതുകൊണ്ട് അത് പറയാനേ എനിക്ക് ഉദ്ദേശമില്ല. യേശുമ്പരാൻ പറഞ്ഞ കാര്യം പറയാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്നവനാണ് പിശാച്. കുടുംബങ്ങളെ തകർക്കുക,
പീഡിപ്പിക്കുക, നിരാശപ്പെടുത്തുക, രോഗിയാക്കുക, ഭ്രാന്ത് പിടിപ്പിക്കുക, കള്ളു കുടിപ്പിക്കുക, കുടുംബകലഹം ഉണ്ടാക്കുക, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, ഭാര്യയെ പീഡിപ്പിക്കുക, ഭർത്താവിനെ പീഡിപ്പിക്കുക, നാരങ്ങ വെള്ളത്തിൽ സൈനൈഡ് കലർത്തി കൊടുക്കുക, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന പിശാചാണ്. ഇന്നലത്തെ വായിച്ചില്ല. സ്ത്രീകൾ ബലഹീനരാണെന്നുള്ള ധാരണ മാറ്റിക്കോ. വളരെ നാളുകളായി സൂക്ഷിച്ചു വെച്ച പക തീർക്കാൻ വിളിച്ചു വരുത്തി നാരങ്ങ വെള്ളത്തിൽ സൈനൈഡ് കലക്കി കൊടുത്ത ഓൺ ദ സ്പോട്ടിൽ വീണു. ഇത്രയും പെട്ടെന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള സഹോദരിമാരുണ്ടെന്ന് ഇതിന്റെ പുറകിൽ പിശാച. ഇതെല്ലാം പിശാച ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പുറകിൽ വ്യാപരിക്കുന്നത് പിശാചിന് മേൽ ആധിപത്യമുള്ള ഒറ്റയാളേ ഉള്ളൂ, യേശു. യേശു 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 യേശു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ ജയം. സുവിശേഷ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇവിടെയുള്ള കുടുംബങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് ആത്മാവിൽ എത്ര പേർ കാണുന്നുണ്ട്? സുവിശേഷ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ ഇവിടെയുള്ള വ്യക്തികളുടെ മേൽ ഇറങ്ങി വരുന്നത് എത്ര പേർ ആത്മാവിൽ അറിയുന്നുണ്ട്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുവിന്റെ പരമാധികാരമുള്ള നാമത്തിൽ പിശാചേ കുടുംബങ്ങളെ വിടുക. ഒരു കുടുംബത്തിൽ 1-2 പേര് മാനവരോഗികളായി തരിക, കൂടെ തീരാ വ്യാധി പിടിക്കുക, സ്കാൻ ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ ദേവാലയത്തിൽ വന്ന് നിൽക്കുക, കുനിഞ്ഞ് യേശു അവളെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞെന്നറിയോ? പിശാച് അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്ന. സ്കാൻ ചെയ്താൽ പിടി കിട്ടുമോ? എക്സ്റേ എടുത്താൽ പിടി കിട്ടുമോ? ഒരു MRI എടുത്തോണ്ട് പറയും, അത് കഴിഞ്ഞ് ഒന്നുകൂടി എടുത്തോളാൻ പറയും. പിശാച ബന്ധിച്ചിരിക്കുന്നു. MRI നല്ലതാ, CT നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ ചില കേസിന്റെ പുറകിൽ സാത്താന്യ വ്യാപാരമുണ്ട്. അത് സ്കാൻ ചെയ്യണമെങ്കിൽ ലേക്ക് ഷോറിലോട്ടല്ല പോകേണ്ടത്, ഉപവാസ പ്രാർത്ഥനയ്ക്കാ പോകേണ്ടത്. ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു സ്ത്രീ വയറ്റത്ത് പൊത്തിപ്പിടിച്ചോണ്ട് ഓട്ടോറിക്ഷ കയറിയിട്ട്, പൊന്നിയേട്ടാ വേഗം ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്, ഗവൺമെന്റ് ആശുപത്രിയിലോട്ട്. വണ്ടിയിൽ എനിക്ക് അറിയാം. ഓട്ടോക്കാരൻ ഒറ്റ വീടിന് അവിടുത്തെ ഒരു ബന്ധക്കോസ് പ്രാർത്ഥനാ പള്ളിയുടെ വാതിൽ കൊണ്ട് നിർത്തി. ചേട്ടാ ഞാൻ എവിടെ വിടാനാണ്? എന്റെ പൊന്നു ചേച്ചി, അവിടെ പോയ ടിക്കറ്റ് എടുക്കണേ 3.5 മണിക്കൂർ വേണം. ഇവിടെയാണെ 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന. എത്ര പേരാ ഇവിടെ സൗഖ്യം വെച്ച് പോകണമെന്നറിയാം. അപ്പൊ ഈ ചേർത്തി ചോദിച്ചു, നിങ്ങൾ ആ പള്ളിയിലാണ്? ഞാൻ ആ പള്ളിയിലല്ല, പക്ഷെ ഞാൻ ഇഷ്ടം പോലെ ഓട്ടോ ഇവിടെ കൊണ്ട് വിടാറുണ്ട്. ഇതുപോലെ കരഞ്ഞുകൊണ്ട് പോകുന്നവർ ചിരിച്ചോണ്ട് ഇറങ്ങി പോണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പോലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും ഡോക്ടർ ആയാൽ നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. എന്നാന്നറിയാവോ? ഒരു ഡോക്ടറെ കാണാൻ എത്ര ദിവസം പോകണം, എത്ര മണിക്കൂർ ഇരിക്കണം. അതുകൊണ്ട് ഈ ഒരുവിധപ്പെട്ട പിള്ളേരെല്ലാം ഡോക്ടറാകട്ടെ, ഇവിടെ മുഴുവൻ ആശുപത്രി വരട്ടെ. കാരണം നമുക്ക് ഇന്ന് ബുക്ക് ചെയ്താൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും കാണാമല്ലോ. എന്നാൽ ബുക്കിങ്ങിന് പോകണ്ട, ഫോട്ടോ കൊടുക്കണ്ട, അഡ്രസ് പറയണ്ട, അപ്പന്റെ പേര് പറയണ്ട, വയസ്സ് പറയണ്ട, എല്ലാം അറിയാവുന്ന ഒരു മഹാവൈദ്യരെ ഇന്ന് രാത്രി ഹൃദയത്തിൽ ഉയർത്തുന്നു. കഴിഞ്ഞകാല ചികിത്സയുടെ റിപ്പോർട്ട് കൊണ്ടുവരണ്ട, ബ്ലഡിന്റെ വിവരങ്ങൾ പറയണ്ട, കൊളസ്ട്രോൾ ഉണ്ടോന്ന് ചോദിക്കത്തില്ല. നിന്റെ പേര് വിളിച്ച് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള യേശുവിനെ ഇന്ന് രാത്രി പരിചയപ്പെടുക. ഹല്ലേലൂയ. ഓ ജീസസ്.
മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ ബന്ധനങ്ങളുടെയും പിന്നിൽ പിശാചാണെന്ന് യേശു പറഞ്ഞു. ഒരു മനുഷ്യനെ വീട്ടിൽ കെട്ടിയിട്ടാൽ ചങ്ങല വലിച്ചു പൊട്ടിക്കും. ചങ്ങല കയർ പൊട്ടിച്ചു, അത് കഴിഞ്ഞ് ഇരുമ്പേർക്കല കെട്ടി അതും പൊട്ടിച്ചു. അവൻ കല്ലറകളിൽ താമസിക്കുന്നു, അലറി വിളിച്ചുകൊണ്ട് നടക്കുന്നു, ഭ്രാന്തൻ, മരുന്നില്ലാത്ത രോഗം. യേശു വന്നു പറഞ്ഞു, ഇത് രോഗമല്ല, ഭൂതമാണ്. അശുദ്ധാത്മാവയെ മനുഷ്യനെ വിട്ടുപോകാൻ പറഞ്ഞു. ഇന്ന് രാത്രി അത് പറയേണ്ടത് ആരാന്നറിയാവോ? യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകന്മാരാ. ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണ്, ഈ ദേശത്ത് നാളുകളായി അടക്കി വാഴുന്ന ദുഷ്ട പിശാച ഈ കുടുംബങ്ങളെ വിടുക. യേശുവിൻ നാമത്തിൽ. പന്തലിനകത്തും ദൈവം ചില വിടുതലുകൾ ഇന്ന് രാത്രി അയക്കുന്നു. പന്തലിനകത്തും പുറത്തും ചില വിടുതലുകൾ അയക്കുന്നു. എന്നെ തൊട്ടതാര്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അന്ന് ചോദിച്ചതുപോലെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ അറിയുന്നു, ചിലരുടെ മേൽ ദൈവ ശക്തി നിഴലിടുന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രന് വിളിക്കപ്പെടും. ഇവിടെ ഇന്ന് രാത്രി ചില അത്ഭുത ജനനങ്ങൾ നടക്കുന്നു. ഇവിടെ ചില നിഴലുകൾ വീഴുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യമാകുന്നത് ഞാൻ ഈ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗം സൗഖ്യമാകുന്നത് ഞാൻ ഈ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് ഇവിടെ നടക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ എത്ര പേർ തിരിച്ചറിയുന്നു? എത്ര പേർ തിരിച്ചറിയുന്നു? പുറത്തുള്ളവർക്ക് മാത്രമല്ല, കഷ്ടപ്പെട്ട് ഇവിടെ വന്ന നിനക്കും ഇന്ന് രാത്രി ഒരു വിടുതൽ തരിക. പിശാചിന്റെ പ്രവർത്തനം എഴുപ്പാൻ മനുഷ്യപുത്രൻ വന്നു. യേശു പോയിടത്തല്ല പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കി, മഹോദരമുള്ള മനുഷ്യനെ സൗഖ്യമാക്കി, കുരുട്ടുകണ്ണികളെ തുറന്നു. എല്ലാം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുകയായിരുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുകയായിരുന്നു. എന്താ ഇന്ന് രാത്രി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക? ഇന്ന് രാത്രി മുതൽ ഇവിടെ സംഭവിക്കാൻ പോവുകയാ. വരുന്ന ദിവസങ്ങൾ അത് ശക്തിയോടെ ഇവിടെ വെളിപ്പെടാൻ പോവുകയാ. ഇതൊരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. യോഗത്തിൽ പങ്കെടുക്കുന്ന പലർക്കും അത് വരുന്ന ദിവസങ്ങളിൽ അനുഭവിച്ചറിയാൻ പറ്റും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് പിശാച. ആ പിശാചിന്റെ ആ പ്രവൃത്തി അഴിക്കാൻ യേശു വന്നേ. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിലനിർത്തി കഷ്ടം സഹിച്ചു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനും എന്നെ ദൈവത്തോട് അടുപ്പിക്കാനും യേശു എന്താ ചെയ്തേ? കൊലോസ്യലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതാണ് യേശു ചെയ്തത്. ഇതിൻ്റെ തിയോളജി, ഇതിൻ്റെ വേദശാസ്ത്രം നമുക്കൊന്നും മനസ്സിലാകാൻ വിഷമാണ്. മനസ്സിലാക്കണ്ട, പക്ഷെ അനുഭവിക്കാം. വേദശാസ്ത്രം മുഴുവൻ മനസ്സിലാക്കണ്ട, വിശ്വസിച്ച് അനുഭവിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് എവിടെ? ക്രൂശിൽ വെച്ച്. യേശുവിൻ്റെ ക്രൂശ് മരണമാണ് സാത്താൻ്റെ തലയെ തകർത്ത സംഭവം.
രാത്രി ക്രൂശിക്കപ്പെട്ട യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒരു വാക്ക് വാ തുറന്ന് വിളിക്കാമെങ്കിൽ, ഒന്ന് വാ തുറന്ന് വിളിക്കാമെങ്കിൽ, ഒന്ന് ഹൃദയം തുറന്ന് വിശ്വസിക്കാമെങ്കിൽ, പിശാചിന്റെ ആധിപത്യം നിന്റെ വീട്ടിൽ നിന്ന് അങ്ങ് മാറും. നിന്റെ വീട്ടിൽ നിന്ന് അങ്ങ് മാറും, നിന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് മാറും, നിന്റെ നാട്ടിൽ നിന്ന് അങ്ങ് മാറും. പിശാചിന്റെ കൈ നിന്റെ കുടുംബത്തെ വിട്ടങ്ങ് മാറും. ഇരുട്ട് മാറുന്നു, വെളിച്ചം പ്രകാശിക്കുന്നു, കെട്ടുകൾ അഴിയുന്നു, സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു, കണ്ണ് തുറക്കുന്നു, സത്യം തിരിച്ചറിയുന്നു. നിരാശ തളം കെട്ടി നിന്ന കുടുംബങ്ങളിലേക്ക് വിടുതലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ശ്വാസം ഇതാ വരൂ. കുരിശിൽ മരിച്ച യേശുവിനെ രക്ഷകനെ നാഥനുമായി സ്വീകരിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുക. ഈ മെസ്സേജ് നാളെ തുടരാൻ കർത്താവ് അനുവദിച്ചാൽ നാളെ തുടരും. കർത്താവ് അനുവദിച്ചാൽ നാളെ തുടരും. നിങ്ങളെല്ലാവരും വരണം, കഴിവുള്ള എല്ലാവരെയും കൊണ്ടുവരണം. ജീസസ്, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ നിരാശ കഴിയണോ? ഇനി ഇങ്ങനെ കുനിഞ്ഞു നടക്കണോ? ഇനി ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കണോ? ഇനി കിട്ടുന്ന കാശ് മുഴുവൻ കള്ള് ഷാപ്പിൽ കൊടുക്കണോ? ഇനി നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരാകണോ? ഇനി നിന്റെ ഭാര്യയെ ഉപദ്രവിക്കണോ? ഈ അടിമത്വത്തിൽ നിന്നൊന്ന് പുറത്തു വരണ്ടേ? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു വിളിക്കുന്നു. യേശുവേ എന്നൊന്ന് വാ തുറന്ന് വിളിക്കാവോ? ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം സർവനാമത്തിനും മേലായ നാമം. ഭൂലോകരുടെയും സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽ ഒക്കെയും മടങ്ങുന്ന നാമം. ഭൂതങ്ങൾ ഞെട്ടുന്ന നാമം. ശാപങ്ങൾ മാറുന്ന നാമം. യേശു. ഒന്ന് വാ തുറന്ന് വിളിച്ചേ, ഒരിക്കൽ കൂടെ ശക്തിയോടെ. ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ട് കൊയർ മുമ്പോട്ട് വരാം. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. അതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണുകൾ അടയ്ക്കാം, എഴുന്നേൽക്കാം. കൈകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? വാ തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ശബ്ദം ഉയർത്തി വിളിക്കാമോ? യേശുവേ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഉറക്കെ വിളിച്ചാട്ടെ, യേശുവേ, യേശുവേ, ദാവീദ് പുത്ര യേശുവേ. ഹല്ലേലൂയ. ആവശ്യമുണ്ട്, എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, എനിക്ക് വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈ പാട്ട് പാടുമ്പോൾ കണ്ണടച്ച് ശക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ഇവിടുന്ന് മടങ്ങണം. ഈ പന്തലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടതല്ലേ? എല്ലാവരും ഇവിടെ ഇന്നല്ലേ കൂടിയുള്ളൂ, ഇനി നാളെ കൂടെ ഉള്ളല്ലോ. മഴയൊക്കെ മാറ്റി ദൈവം തന്നതല്ലേ? കഴിഞ്ഞ കൊല്ലത്തെ കട ഇന്ന് രാത്രി തീരുക. ചേർന്ന് പാടാം. എനിക്ക് വേണ്ടി കൈവച്ച് അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കണമെന്ന് പ്രേരണയുള്ളവരൊക്കെ നടന്ന് മുമ്പോട്ട് ഇനി പോരണം. പാട്ട് പാടുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കും. പാട്ട് പാടുകയും അതിശയനാമം, എനിക്കും